ഇപ്പം ഞാൻ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു ജില്ലയിലാണ് നിൽക്കുന്നത്. കാസർഗോഡാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാനിങ്ങോട്ട് വന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. കൊല്ലത്ത് നിന്ന് ഇവിടം വരെ വരുന്നതിന് 12 മണിക്കൂറത്തെ യാത്രയുണ്ട്. എല്ലാ ട്രെയിനുകൾക്കൊന്നും അത്രയും യാത്ര കാണത്തില്ല. പക്ഷേ ഞാൻ വന്ന ഈ ട്രെയിൻ 12 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഇത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8:50 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി 10 മണിയാകുമ്പോഴത്തേക്കും കൊല്ലത്ത് വരും. ഞാൻ കൊല്ലത്ത് നിന്നാണ് കയറിയത്. കൊല്ലത്ത് നിന്ന് ഈ കാസർഗോഡ് വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 315 രൂപയാണ്. പക്ഷേ ഞാൻ സ്ലീപ്പർ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ പ്രീമിയം തൽക്കാലം എടുത്താണ് വന്നത്. 750 രൂപയായി കൊല്ലത്ത് നിന്ന് ഇവിടം വരെ വരുന്നതിന് ചാർജ്. പക്ഷേ നഷ്ടമില്ല. കാര്യം ഞാൻ രാത്രി 10 മണിക്കാണ് ട്രെയിനിൽ കയറിയത്. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോഴത്തേക്കും കാസർഗോഡ് എത്തി. അങ്ങനെ രാവിലെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിലെല്ലാം കുളിച്ചതിന് ശേഷം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെയാണ് ബേക്കൽ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുള്ളത്, ബേക്കൽ കോട്ട. അതിന് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ അവിടെ ഇറങ്ങിയില്ല. ഞാൻ ഈ ഏറ്റവും എൻഡിലെത്താമെന്ന് വിചാരിച്ചു. കാസർഗോഡ് നിന്ന് ബോർഡ് വെച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വരെ വരാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന വണ്ടികളുടെ പാർക്കിംഗ് ഒക്കെ ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനും പരിസരവും എല്ലാം റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ സംസാരിച്ച് നടന്നു പോയപ്പോഴത്തേക്കും എന്താ ഇവിടെയൊക്കെ നോക്കേ, ആണി മലർന്ന് കിടക്കുന്ന കണ്ടില്ലേ. വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ അത് കാണിക്കാൻ പറ്റിയത്. ഇതിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ടൊരു ക്രിസ്ത്യൻ പള്ളി കാണാം. ദേഷ്യം വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാലേ ഈ ബാഗും തൂക്കി നടക്കുന്നതാണ്. ഞാൻ ജീൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ബാഗിനകത്ത് കയറ്റി വെച്ചിട്ടില്ല. ട്രാക്ക് പാൻറ്റും പിന്നെ അതേപോലെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും വെയിറ്റ് കുറയുന്നില്ല. പണ്ടാരെ ഇതെവിടെയെങ്കിലും കൊണ്ട് ചുമട് താത്ത് വെക്കണം. റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ക്ലോക്ക് റൂം സംവിധാനം നിലവിൽ വരാൻ പോകുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അതെന്തായാലും കാര്യമായി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴാ ഇവിടെ ഒരു ക്ലോക്ക് ടവർ എല്ലാം കാണാം. അങ്ങനെ എന്തായാലും നമുക്കിവിടെ പരിസരത്ത് നിന്ന് എവിടെന്നെങ്കിലും കഴിക്കാം. ഒരു വക കഴിച്ചിട്ടില്ല. സമയം ഇപ്പം 11:20 ആവുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു ടൗണിലോട്ട് എത്തി കേട്ടോ. കാസർഗോഡ് തളങ്കര എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ് ഇത്. ഇവിടെ ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ബിൽഡിങ്, നല്ലൊരു ഓടിട്ട കെട്ടിടം. അങ്ങനെ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഓടിട്ട കെട്ടിടങ്ങളാണ്. പഴയ പലക വെച്ചിട്ടുള്ള വാതിലുള്ള കടകൾ, നമ്പരൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ കാസർഗോഡ് ഭാഗങ്ങളിലെല്ലാം കൂടുതലും ഇതേപോലത്തെ ചെങ്കല്ല്, വെട്ടുകല്ല്, അങ്ങനത്തെ ടൈപ്പ് കല്ലുകൾ വെച്ചിട്ടാണ് ബിൽഡിങ്ങൊക്കെ പണിയുന്നത്. അങ്ങനെ ഞാൻ ദോശയും കടലയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശയൊക്കെ നോക്കി നല്ല ത്രികോണാകൃതിയിൽ ഷേപ്പാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സത്യത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ദോശ എന്ന് പറയുമ്പോഴത്തേക്കേ ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇത് ഉഴുന്ന് ചേർക്കാത്ത ദോശയാണെന്ന്. റബ്ബർ പോലെ ഇങ്ങനെ വലിയുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ഒരു ഇടിയപ്പം മേടിച്ചു. അതും എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കേ ഒരു പഴയ ഒരു കെട്ടിടവും കടയൊക്കെ ആയിട്ട്. എന്തായാലും കൊള്ളാം ഇതുവഴി കൂടി ഇങ്ങനെ നടക്കാൻ. അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്നൊരു 550 മീറ്റർ കാണിക്കുന്നുണ്ട് കാസർഗോഡ് മാർക്കറ്റിലോട്ട്. കാസർഗോഡ് മാർക്കറ്റിൽ നിന്ന് 700 മീറ്റർ KSRTC ബസ് സ്റ്റാൻഡിലോട്ടും കാണിക്കുന്നുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴി കൂടെ നടന്ന് കാസർഗോഡ് മാർക്കറ്റ് വഴി KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളും കണ്ട് പോവാം. ഇതാ കണ്ടില്ലേ, കംപ്ലീറ്റ് ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. തടിയുടെ തൂണും ഇതാ കണ്ടില്ലേ, ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടുത്തെ കടമുറികളും ബിൽഡിങ്ങുകളും എല്ലാം പഴയ ബിൽഡിങ്ങുകൾ. ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇത്രയും നേരം കടകളുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴ് വെയിലടിച്ച് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ കാസർഗോഡ് കംപ്ലീറ്റ് എങ്ങോട്ട് പോയാലും വെട്ടുകല്ലും ചെങ്കല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാമെന്ന്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ വെട്ടുകല്ല് അടുക്കി വെച്ചിരിക്കുന്നത്, വെട്ടുകല്ലിൻ്റെ മതിലുമാണ് കാണുന്നത്. അങ്ങനെ മാർക്കറ്റ് ലക്ഷ്യമിട്ട് നടന്നപ്പോഴത്തേക്കും ഇതാ KSRTC ബസ് കിടപ്പുണ്ട്. കാസർഗോഡ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്ന ബസ്സായത്. കാസർഗോഡ് KSRTC സ്റ്റാൻഡിലോട്ട് പോകുന്ന ബസ്സായത്. ഇതാ ബാക്കിൽ വരുന്ന ഈ ബസ്സും കാസർഗോഡ് ബോർഡ് വെച്ചിരിക്കുന്ന ബസ്സാണ്. ഇതാ ഒരു കർണാടകയുടെ ബസ്. മലയാളവും കന്നഡയെല്ലാം എഴുതിയിട്ടുണ്ട് ആ ബസ്സിൽ. ഇവിടെ കാസർഗോഡ് വന്നാലുള്ള പ്രത്യേകതയത് കൊല്ലം, തിരുവനന്തപുരം ആ ഒരു ഭാഗത്ത് തമിഴ്നാടിൻ്റെ ബസ് വരുന്നത് പോലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ ഒരു ഭാഗത്തെല്ലാം കർണാടകയുടെ ബസ്സും കാണും. അപ്പോൾ ഞാനീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് MG റോഡ് കാസർഗോഡ്. ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ടാർപ്പ, പിന്നെ അല്ലാത്ത റെയിൻകോട്ടുകൾ, അതിൻ്റെയൊക്കെ കച്ചവടങ്ങളാണ്. പ്ലാസ്റ്റിക് തൊപ്പിയൊക്കെ കണ്ടില്ലേ. ഈ തൊപ്പി എങ്ങനെയാ വില? 30 രൂപ. വലുതോ? അങ്ങനെ ചെറിയ തൊപ്പിക്ക് ഈ തൊപ്പിക്ക് 30 രൂപയും ഇതിന് 60 രൂപയും.
പല പല വിലയ്ക്കുള്ള തൊപ്പികളും പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളാണ് ഈ വരിവരിയായിട്ടുള്ളത്. അങ്ങനെ MG റോഡ് കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് അകത്തോട്ടൊരു വഴി കാണുന്നുണ്ട്. ഈ വഴിയാണ് കാസർഗോഡ് മീൻ മാർക്കറ്റിലോട്ട് പോകേണ്ടത്. ജസ്റ്റ് അതുവഴിയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. മാർക്കറ്റ് റോഡ് കാസർഗോഡ് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചാളയെല്ലാം ഇരിക്കുന്ന കണ്ടില്ലേ. ഇത് ഈ മീനിൻ്റെ പേരെന്തോ? നോങ്ങൽ. നോങ്ങൽ നോങ്ങൽ എന്നായി മീനിൻ്റെ പേര്. ചുമപ്പങ്കോര ഇരിക്കുന്ന കണ്ടില്ലേ, കിളിമീൻ. ഇതാ മാന്തൽ എന്ന് പറഞ്ഞ മീനായിരിക്കുന്നത്. മാന്തൽ, വങ്കട. ആദ്യം ചെറിയ ചെറിയ മീനുകളെല്ലാം ഉള്ള കച്ചവടങ്ങളായിരുന്നു. ഇനി മുകളിലോട്ട് പോകുന്തോറും കുറച്ച് വില കൂടിയ ടൈപ്പ് മീനുകളാണ്. ഇത് ഇവിടെയൊക്കെ മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന സെക്ഷനാണ്. ഇത് എങ്ങനെയാണ് ഒരു കിലോ മീൻ കട്ട് ചെയ്യുന്നതിനാണോ ചാർജ്? ഒരു കിലോയ്ക്ക് കട്ട് ചെയ്യുന്നതിന് എത്ര രൂപ? 30 രൂപ. ഇവിടെ എല്ലാം വരിവരിയായിട്ട് മീൻ കട്ട് ചെയ്യുന്ന അമ്മമാരെല്ലാം ഇരിപ്പുണ്ട്. നേരത്തെ കണ്ടത് ഓപ്പൺ എയർ ആയിരുന്നു. ഇവിടെ പക്ഷേ ഒരു കെട്ടിടത്തിനകത്താണ് കച്ചവടം. അവിടെ കണ്ട മീനുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇതാ വലിയ കൊഞ്ചൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. ഇതാ ഇവിടെ ഒരു വെറൈറ്റി മീൻ ഇരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ കൊള്ളാം. ഈ മീനിൻ്റെ പേരെന്താ? കാരഡ്. കാരഡ്. ഓ, കാരടെന്നാ ഈ മീനിൻ്റെ പേര്. കാരൽ എന്ന് പറഞ്ഞ് വേറൊരു മീനുണ്ട്. ഇതിൻ്റെ പേര് കാരഡ്. ഇവിടെ വലിയ മീനുകൾ ഇരിപ്പുണ്ട്. ഓ, കാളാഞ്ചി എന്ന് പറഞ്ഞ മീനായത്. അങ്ങനെ പച്ചമീൻ മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ഉണക്കമീൻ്റെ സെക്ഷനാണ്. കണ്ടില്ലേ, പലതരം ഉണക്കമീൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂരയല്ലേ, ചൂര. ഓ, തെരണ്ടിയുടെ ഉണങ്ങിയ പീസുകളായിരിക്കുന്നത്. കിലോ 200 രൂപയാണ് വില. അങ്ങനെ പലതരം ഉണക്കമീനുകളുണ്ട് അങ്ങോട്ട് വരി വരിയായിട്ട്. ഇത് അവിടെ ആയിട്ട് വലിയ പീസ് ഇരിപ്പുണ്ട്. ആ വലിയ തെരണ്ടിയുടെ അല്ലേ, തെരണ്ടിയുടെ വലിയ കഷ്ണം ഇരിപ്പുണ്ട്. ഇതാ നോക്കേ, ഒരു പീസ് എത്ര കിലോ കാണും? 1.5 കിലോ ഉണ്ടല്ലേ. വേറെയും മീനുകളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, അയിലയും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ കാസർഗോഡ് മീൻ മാർക്കറ്റിനകത്തും അല്ലാത്ത മാർക്കറ്റിലെല്ലാം കയറിയിട്ട് ഇതാ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇനി നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാൻ മാർക്കറ്റിന് പുറത്തോട്ട് ഇറങ്ങിയതാ, ഒരു ബസ് വരുന്നുണ്ട്. ഇതിൽ കയറിയിട്ട് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തോട്ട് പോകാമെന്ന് പറഞ്ഞതേ ഉള്ളതാ. അതിന് ബാക്കിലായിട്ടൊരു KSRTC ബസ് വരുന്നുണ്ട്. അല്ലേ, ഇതിൽ തന്നെ പോവാം. ഓക്കെ. അങ്ങനെ ഞാൻ ഈ ബസ്സിൽ ഇവിടെ വന്ന് മല്ലികാർജുന ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി KSRTC ബസ് സ്റ്റാൻഡിലോട്ട്. ഈ ബസ്സിന് പുറകിലായിട്ട് വന്ന ബസ്സാണ് ആ പോകുന്ന KSRTC ബസ്. പക്ഷേ അതിൽ കയറിയാൽ മതിയായിരുന്നു. ഈ കാണുന്നതാണ് മല്ലികാർജുന ടെമ്പിൾ. അവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതും കൂടെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലം. എന്നെ ഇറക്കിയ ബസ് പോവുകയാണ്. അങ്ങനെ ഞാൻ നടന്നതായപ്പോൾ ഈ കാണുന്നതാണ് KSRTC ബിൽഡിംഗ്. തുളുനാട് കോംപ്ലക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡ്, കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിനകത്തോട്ട് നടന്ന് കയറുവാണ്. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ക്ലോക്ക് റൂം സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് 30 രൂപയാണ് ചാർജ്. ക്ലോക്ക് റൂമും ടോയ്ലറ്റും എല്ലാം ഈ ഒരു ബ്ലോക്ക് തന്നെയാണ്. അങ്ങനെ എന്തായാലും തോളിൽ കിടന്ന ആ ഒരു ഭാരം ഇറക്കി വെച്ചപ്പോഴത്തേക്കും ഒരു സമാധാനമുണ്ട്. ഇതെവിടെ KSRTCയുടെ കർണാടക KSRTCയുടെ ബസ്സെല്ലാം കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം KSRTCയുടെ ബസ്സും ഉണ്ട്. ഇതാ കണ്ടില്ലേ, കർണാടക KSRTCയുടെ മംഗളൂരു എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ബസ്. മംഗലാപുരം എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. 2 ടൈപ്പ് കളർ ബസ്സുകൾ കിടപ്പുണ്ട്, നീല ബസ്സും ഓറഞ്ച് ബസ്സും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് കാണാം. ഇതാ നീല ബസ്സിലോട്ട് ഡ്രൈവർ കയറിയിട്ടുണ്ട്. മംഗലാപുരം പോകുന്ന ബസ്സാണ്. എന്തായാലും ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാനൊരു രസമുണ്ട്. നമ്മൾ വരയ്ക്കുന്നത് പോലെ ഉണ്ട്. 2 ഹെഡ്ലൈറ്റ് നടുക്കിങ്ങനെ വെച്ചിട്ട് ബസ് വരയ്ക്കുമല്ലോ, ആ ഒരു രീതിയിലുണ്ട് കാണാൻ. ഞാനിവിടെ ബസ്സിലെ കണ്ടക്ടറോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞതേ, ഈ ഓറഞ്ച് ബസ്സും നീല ബസ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഓറഞ്ച് ബസ് ലൈലൻഡിൻ്റെ എഞ്ചിനും നീല ബസ് എയ്ഷറിൻ്റെ എഞ്ചിനും ആണെന്നാണ് പറഞ്ഞത്. അത് ഈ പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുന്ന പോലെ പറഞ്ഞാണൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷേ അവർ പറഞ്ഞത് ശരിയാണ്. ഇത് എയ്ഷറിൻ്റെ എഞ്ചിനും ഓറഞ്ച് കളറിലുള്ളത് ലൈലൻഡിൻ്റെ എഞ്ചിനും തന്നെയാണ് എന്നും പറഞ്ഞ് ബസ്സിൻ്റെ കളർ മാറ്റുമോ? ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ KSRTC ബസ്സില്ലേ, ഇത് ലൈലൻഡും ടാറ്റയും എല്ലാം കാണും. പക്ഷേ ഒരു തരം സർവീസിനുള്ളതിന് മാറ്റമൊന്നും കാണില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തോ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഞാൻ കൃത്യമായിട്ട് അറിയാമെന്ന് വെച്ചിട്ടാണ്
ആ ബസ്സിലെ കണ്ടക്ടറോട് ചോദിച്ചത്. പക്ഷേ അവരിങ്ങനെയാണ് കാര്യം പറഞ്ഞത്, എന്താണോ എന്തോ. ടിക്കറ്റ് റേറ്റ് ഒന്നും വ്യത്യാസമില്ലെന്നാണ് പറഞ്ഞത്. ബ്ലൂവിനും ഓറഞ്ചിനുമായിട്ടേ ടിക്കറ്റ് റേറ്റ് എല്ലാം സെയിം ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുവാണ്. ഞാൻ കുറച്ചു നേരം മുമ്പൊരു കാര്യം ആലോചിച്ചായിരുന്നു, ഇവിടെ നിന്ന് ബേക്കൽ കോട്ട എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയിട്ട് വരാമെന്ന്. പക്ഷേ ഇപ്പോഴും നല്ല വെയിലടിക്കുന്നുണ്ട്. ഈ വെയിലത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരത്തെ കണ്ട ഉണക്കമീൻ പോലെ ഉണങ്ങി വരാം. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ടേ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്തൊക്കെയായാലും ഓരോ സ്ഥലങ്ങളുടെയും പേരൊരു വ്യത്യസ്തത തോന്നുന്നുണ്ട്. വ്യത്യസ്തത തോന്നാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് പേരുകളല്ലേ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നോക്കേ, സുള്ളിയ. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരാം. ഇതാ ഒരു ബസ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് നോക്കാം. ഇതിപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. മംഗളൂരു പോകുന്ന ബസ്സാണിത്. അങ്ങനെ നമ്മുടെ കർണാടകയുടെ ബസ് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 35 രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ്. ഇതാ കണ്ടില്ലേ, നമ്മൾ കയറിയത് ബ്ലൂ കളർ ബസ്സിലാണ്. ഓർഡിനറി, ഇത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ഓർഡിനറി എന്ന്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും എന്താ ഇപ്പം വന്നിരിക്കുന്ന ഈ സ്ഥലമാണ് കുമ്പള എന്ന് പറഞ്ഞ സ്ഥലം. അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള വലിയൊരു ടൗണാണ് കുമ്പള എന്ന് പറഞ്ഞ സ്ഥലം. ഏകദേശം ഇതേപോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലവും. കുമ്പള ഓട്ടോ സ്റ്റാൻഡ് കണ്ടില്ലേ, ഒരുപാട് ഓട്ടോകളുണ്ട്. കുമ്പള ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ് വളഞ്ഞ് കയറുവാണ്. ഒരുപാട് വലിയ സ്റ്റാൻഡൊന്നുമല്ല, 1-2 ബസ്സിനൊക്കെ കിടക്കാൻ പറ്റിയ ചെറിയൊരു സ്റ്റാൻഡ്. ഇതാ കണ്ടില്ലേ, അപ്പുറത്തായിട്ട് പ്രൈവറ്റ് ബസ്സും ഉണ്ട്. കാസർഗോഡോട്ട് പോകുന്ന ബസ് അതായി വന്ന് നിന്നത്. കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് നേരം ബസ് നിർത്തിയിട്ടായിരുന്നു. സാധാരണ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ബസ് സ്റ്റാൻഡിലൊക്കെ നിർത്തിയിടുന്നത്. ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴെന്തായാലും നമ്മൾ കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഇവിടെയൊക്കെ കണ്ടൽക്കാട് ഒരുപാട് നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ കാണുന്നത് കംപ്ലീറ്റ് കണ്ടൽക്കാടാണ്. ഇതാ കണ്ടില്ലേ, ഒട്ടുമിക്ക ഇടത്തും ഹൈവേയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. വെറുതെ ഇവിടം വരെ ഒന്ന് വന്നതേ ഉള്ളൂ. സത്യത്തിൽ ബസ്സിൽ കയറി ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഉപ്പള എന്ന് പറയുന്ന സ്ഥലം വരെ വന്നത്. ഇവിടെയൊക്കെ ആയിട്ട് നോക്കേ, ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇതേപോലത്തെ വർക്കുകളെല്ലാം നടപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ വർക്കുകളും കണ്ടുകൊണ്ടാണ് ഞാൻ ബസ്സിൽ ഇങ്ങോട്ട് വന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ JCBയും ടിപ്പർ ലോറിയും അങ്ങനത്തെ വണ്ടികളെല്ലാം കിടപ്പുണ്ടായിരുന്നു. ഇതാ കാസർഗോഡോട്ട് പോകുന്ന KSRTC ബസ് അതില്ല പോകുന്നത്. റോഡ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് മുകളിൽ നിന്ന് സിമെൻറ്റിൻ്റെ വേസ്റ്റും മെറ്റിലും ഒന്നും താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ. റോഡ് വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് വണ്ടികളെല്ലാം ബ്ലോക്ക് ആവുകയാണ്. അതാ ഈ വലിയ വലിയ വണ്ടികൾ വരുമ്പോഴാണ് പ്രശ്നം. ഭയങ്കര പൊടിയുണ്ട്. ഇതേ കണക്കത്തെ വലിയ വണ്ടികൾ പോകുമ്പോഴത്തേക്കേ. ഈ ബസ്സിൻ്റെ കളർ നോക്കേ, ലാവൻഡർ കളർ. നീല കളർ ബസ്സുണ്ട്, പച്ച കളർ ബസ്സുണ്ട്. പക്ഷേ ആ കളർ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. അതെനിക്ക് ഒന്ന് സ്റ്റേറ്റ് വിട്ടു പോകുന്ന പ്രൈവറ്റ് ബസ്സിന് ആ കളർ ആയിരിക്കാം. അങ്ങനെ ഞാൻ ആ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിൽക്കുന്ന ഒരു ഭാഗത്തോട്ട് വന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്, ഉപ്പള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോഴെന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. തുണിക്കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്. തുണിക്കട മാത്രമല്ല, പല പല കടകളുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തൂടെ കയറി ആ ബസ് സ്റ്റാൻഡ് പരിസരത്തോട്ട് പോകാം. ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കയറുന്നത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. ഇതാകണ്ടില്ലേ അവിടെയൊക്കെ ആയിട്ട് ബസ് കിടക്കുന്നത്. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് കംപ്ലീറ്റ് കന്നഡയാണല്ലോ എഴുതിയിരിക്കുന്നത്. കംപ്ലീറ്റ് കന്നഡ. അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിനകത്തോട്ട് വന്നിട്ട് ഇവിടെ ഉപ്പള ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ ബസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സൗകര്യമൊന്നുമില്ല. ഓട്ടോ വിളിച്ച് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് ഒരു അടിപൊളി ലുക്കുള്ള ഒരു ഓട്ടോ കിടക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഓട്ടോയിലൊരു ഓട്ടം വന്ന് ആ ഓട്ടോ പോയി. എന്തായാലും ഓട്ടോക്കാരൻ നല്ല മനുഷ്യനായിരുന്നു. പുള്ളി ഒരു ഓട്ടം കിട്ടിയത് കളയണ്ടെന്ന് വിചാരിച്ചില്ല. പുള്ളി പറഞ്ഞ് ഇപ്പോഴേ ആ വെയിലത്ത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, വൈകുന്നേരം അങ്ങനെ പോകുന്നത് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഈ ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് തിരിച്ച് കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ പോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആലോചിക്കാം വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്താ ഒരു KSRTC ബസ് വന്നിട്ടുണ്ട്. കാസർഗോഡ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച ബസ്.
അങ്ങനെ നമ്മൾ വീണ്ടും കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:40 ആയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് ബേക്കൽ കോട്ട പരിസരത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. മാലിക് ദിനാർ എന്ന് പറഞ്ഞൊരു പള്ളിയൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം. സമയം എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴെന്തായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ ഞാൻ ബിരിയാണി എല്ലാം കഴിച്ചു. KSRTC ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു കഴിച്ചത്. 100 രൂപയായിരുന്നു ചിക്കൻ ബിരിയാണി. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് ബേക്കൽ കോട്ടയിലോട്ടുള്ള ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് അവിടെ നിന്ന് ബസ് കയറി ബേക്കൽ കോട്ടയിലോട്ട് പോയിട്ട് വരാം. ഇപ്പം സമയം 3 മണിയായിട്ടുണ്ട്. ബേക്കൽ കോട്ടയിലോട്ടുള്ള പ്രവേശനം വൈകുന്നേരം 6 മണി വരെയാണെന്നാണ് നെറ്റിൽ കാണിക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ബേക്കൽ കോട്ടയിലോട്ട് വിടാം. അങ്ങനെ ഇവിടെ ആയിട്ട് കുറച്ചധികം കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ ഈ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ബസ്സിൽ ബേക്കലിന് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബേക്കൽ കോട്ടയിലോട്ട് പോകാമെന്ന ഈ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. ഇവിടേക്ക് ഇഷ്ടംപോലെ കാഞ്ഞങ്ങാട് ബസ്സുകൾ കിടപ്പുണ്ട്. ഇതെല്ലാം കാഞ്ഞങ്ങാട് ബസ്സുകളാണ്. കാഞ്ഞങ്ങാട് ബേക്കൽ. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിനകത്തോട്ട് കയറാം. ഇഷ്ടംപോലെ സീറ്റുണ്ട്. ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും. ഗിയർ ബോക്സിൻ്റെ ഭയങ്കര നിശബ്ദത. അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ് കോട്ടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ കോട്ടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 25 രൂപ. ഈ ബസ് പ്രൈവറ്റ് ബസ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. ചന്ദ്രഗിരി പാലം വഴി പോകുന്ന ബസ്സുകളെല്ലാം ഈ ബേക്കൽ കോട്ടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതെന്നാണ് ബസ് സ്റ്റാൻഡിൽ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. അപ്പോഴിത് ആ കാണുന്നതാണ് ബേക്കൽ കോട്ടയുടെ ആർച്ച്. ബേക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടെ അങ്ങോട്ടാണ്. ബേക്കൽ പുഴയൊക്കെ ഉണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ബേക്കൽ കോട്ടയിലോട്ട് പോവാം. ഇത് അവിടെ ആയിട്ട് ആർച്ചിൽ വെൽക്കം ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും വെട്ടുകല്ലിൻ്റെ ചെറിയ ടൈല് പോലത്തെ പീസ് കേട്ടോ. ജയസൂര്യയുടെ വെള്ളം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, ആ സിനിമയ്ക്കകത്ത് വെട്ടുകല്ല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ജയസൂര്യയുടെ ആ ഒരു ക്യാരക്ടർ, സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. എന്തായാലും നമുക്ക് അകത്തോട്ട് നടക്കാം. നല്ല നീറ്റായിട്ടുണ്ട് വഴി. അങ്ങനെ നമ്മൾ നടന്ന് ബേക്കൽ കോട്ടയ്ക്ക് അടുത്തെത്താറായി. അകത്തോട്ട് കയറുന്നതിന് അടുത്തെത്താറായി. ഇതോ ആ കാണുന്നതാണ് ബേക്കൽ കോട്ടയുടെ ആ ഒരു ഭാഗം. അങ്ങനെ ദാ ബേക്കൽ കോട്ടയ്ക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ടും ഇവിടെയും ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയായിട്ട് ജ്യൂസ് സ്റ്റാൾ, ഐസ്ക്രീം, പോപ്കോൺ എല്ലാം ഉണ്ട്. ഇവിടെ ഉച്ച സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളാതെ നടക്കാൻ വേണ്ടിയിട്ടുള്ള തൊപ്പിയും എല്ലാം ഉണ്ട്. കുടയുണ്ടല്ലേ? ഇത് തൊപ്പി എങ്ങനെയാ വില? 150 അല്ലേ? 150. ഇത് 80 രൂപയുടെ അല്ലേ? 80 രൂപയുടെയൊക്കെ ഈ കാണുന്നത് ഇതൊക്കെയാണ് 80 രൂപ, 100 രൂപ, അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. കുതിര സവാരിക്കൊക്കെ പോകുന്ന ടൈപ്പ് തൊപ്പിയൊക്കെ ഉണ്ട്. ഈ തൊപ്പിയൊക്കെ എങ്ങനെ? 140. അങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്നതാണ് പാർക്കിംഗ്. ഇവിടെ കാറിന് 20 രൂപ ചാർജും ഓട്ടോയ്ക്കും ബൈക്കിനും 10 രൂപ. ട്രാവലർ വലിയ ബസ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ട്രാവലറിനും വലിയ ബസ്സിനെല്ലാം 40 രൂപയാണ് ചാർജ്. ഇതവിടെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് ടിക്കറ്റ് റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരൻ 25 രൂപ, വിദേശികൾക്ക് 300 രൂപ. 15 വയസ്സിന് മേപ്പോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെ. കൗണ്ടർ ടൈമാണിത്, ടിക്കറ്റ് കൗണ്ടറിൻ്റെ സമയം. ഗേറ്റ് ഓപ്പണിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അങ്ങനെ നമ്മൾ 25 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, വീൽ ചെയർ ഉണ്ട് കേട്ടോ. വീൽ ചെയർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ബേക്കൽ കോട്ടയ്ക്ക് അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. എത്രയോ ചരിത്ര പുരുഷന്മാരും സ്ത്രീകളും കയറിയ സ്ഥലമല്ലേ. ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു അമ്പലം കാണാം. കന്നഡയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ആർച്ചിലൊരു കാര്യം വായിച്ചില്ലായിരുന്നോ, അതായിരിക്കാം ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ ഇനിയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് അകത്തോട്ട് കയറുന്നത്. അങ്ങനെ നമ്മൾ 2 തവണ അകത്തോട്ട് കയറിയിരിക്കുവാണ്. ഇതെവിടെയായിട്ട് പുതിയ വെട്ടുകല്ല് അടുക്കി വെച്ചിട്ടുണ്ട്. പുതിയ വെട്ടുകല്ലും പഴയ കല്ലും
ഇവിടെ വെച്ച് കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന ആ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ഷോട്ടുകളും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ. എല്ലായിടത്തോട്ടും ഇങ്ങനെ നടന്നു കയറാൻ വേണ്ടി സ്റ്റെപ്പുണ്ട്. നമുക്ക് ഓരോരോ ഭാഗത്തോട്ട് പോവാം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ടേ വലിയ തിരക്കൊന്നുമില്ല. പോരാത്തതിന് ഇതൊരു വർക്കിംഗ് ഡേയും കൂടെയാണ്. ഇത് അങ്ങോട്ട് പോവാം. അവിടെയൊക്കെ നല്ല ഹൈറ്റിലുണ്ട് ഒരു വ്യൂ പോയിൻ്റ് പോലെ. അങ്ങോട്ട് വെച്ച് നടക്കാം. നല്ലൊരു കയറ്റമാണ്. നടന്നു കയറുമ്പോൾ കുഴയും. ഒരുപാട് സിനിമകളിലെ പാട്ട് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്. എത്ര പാട്ട് കണ്ടിരിക്കുന്നു ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത്. സിനിമയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ ഈ സ്ഥലത്തിനൊരു ചരിത്രമുണ്ടല്ലേ. ഇങ്ങനെ നടന്നു വന്ന് മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് കടൽ. നമ്മളീ നിൽക്കുന്നത് പോലത്തെ സ്ഥലങ്ങൾ അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലപോലെ കടൽ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നടന്നിട്ട് വേറൊരു സ്ഥലത്ത് വന്നു. നമ്മൾ നേരത്തെ നിന്നത് പോലത്തെ വേറൊരു സ്ഥലം. ഇത് പക്ഷേ ഒരുപാട് ഹൈറ്റിലല്ല. പക്ഷെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തെക്കാട്ടി കുറച്ചും കൂടെ വ്യൂ ഉണ്ട്. ഇത് ഇവിടെ നിന്നൊക്കെ കടൽ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഒളിച്ചു നിന്നിട്ടൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ യുദ്ധ സംവിധാനത്തിലെല്ലാം മുകളിൽ കൂടെ നേരെ മിസൈലെല്ലാം ജും ഡ്രോണും അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പറഞ്ഞപ്പോഴത്തെ ഒരു കാക്കത എന്നും പറഞ്ഞു പോയി. അങ്ങനെ നമ്മളിതാ ഈ ഒരു സംഭവം എന്നല്ല, ഇതിനൊക്കെ ശരിക്കുള്ള പേര്, ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആയിട്ട് കടൽ കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്കിതിനെ വ്യൂ പോയിൻ്റ് എന്ന് പറയാം. അങ്ങനെ ഇതേപോലത്തെ വ്യൂ പോയിൻ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം. ഈ വലിയ മതിലിൽ ചെറിയ ഹോളുകളുണ്ട്, കാണിച്ചു തരാം. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൺ വെച്ചിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ഓരോരോ ഹോളുകളുണ്ട്. ഇത് ഗണ്ണ് വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്നൊക്കെ ഇവിടെ പറയുന്നതാ. ശരിക്കും എന്താ സംഭവം എന്നറിയാൻ വയ്യ. ഇവിടെ എല്ലാം ഉണ്ട് ഓരോരോ ഹോളുകൾ. നല്ല കടൽക്കാറ്റ് ഈ ഹോളിൽ കൂടെ അകത്തോട്ട് അടിക്കുന്നുണ്ട്. ഭടന്മാരൊക്കെ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കുവേ ഇവിടെ വന്നിങ്ങനെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളാം. എന്താ ആശ്വാസം. അങ്ങനെ ഞാൻ ആ കോട്ടയുടെ മതിലിൻ്റെ സൈഡിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേക്കും ഇത് ഇവിടെ ആയിട്ടൊരു വീടെന്നല്ല, ഒരു പൊളിഞ്ഞൊരു കെട്ടിടം കാണാം. പക്ഷേ ഇത് കൊള്ളാം. ഫ്രണ്ടിൽ ആ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം. കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അങ്ങനെ ഞാൻ വീണ്ടും പറയുവാണ്, ഇത് ഇപ്പോഴാണ് ഏറ്റവും കടലിൻ്റെ അടുത്തുള്ള വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയത്. ഇവിടെ ഒരു ജാഗ്രതാ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കടൽ കാണാൻ നല്ല വ്യൂ ആണ്. ഇതാ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ബേക്കൽ കോട്ടയിലെല്ലാം നടന്ന് കണ്ടതിന് ശേഷം ഇപ്പം ബേക്കൽ കോട്ടയുടെ ആർച്ചിനടുത്ത് തിരിച്ചെത്തിയിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചിലപ്പോഴങ്ങോട്ട് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ മാലിക് ദിനാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണം. മാലിക് ദിനാർ എന്ന് പറഞ്ഞാൽ പള്ളിയിലോട്ട് പോകാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം സമയം വൈകുന്നേരം 5:30 ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട് ആ പള്ളിയിലോട്ട്. അപ്പോൾ ചിലപ്പം നേരെ വിരുട്ടാൻ സാധ്യതയുണ്ട്. ഈ ഞാൻ പറഞ്ഞ കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് വളരെ കിലോമീറ്റർ കുറവേ ഉള്ളൂ. അപ്പോൾ ഞാൻ മിക്കവാറും ആ ഒരു കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനായിരിക്കും സാധ്യത. അപ്പോഴെന്തായാലും നമ്മൾ വന്ന ഈ ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. എന്തായാലും നമുക്കേ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഒരുത്തൻ ഇങ്ങനെ കുറുകെ കിടന്നതാണ്. ദാ ഒരു ബസ് വന്നിട്ടുണ്ട്. പാലക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം ബീച്ചിലോട്ട് പോകാൻ. ഇതിനകത്ത് ബോർഡ് പാലക്കുന്നെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിൽ തന്നെ കയറി പോവാം. അങ്ങനെ ഞാൻ പാലക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് വന്നിറങ്ങി. ഈ ബസ്സിലല്ല വന്നത്, വേറൊരു ബസ്സിലാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററാണ് കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച് കാണിക്കുന്നത്. കാപ്പിൽ ബീച്ചും ഉണ്ട്, പിന്നെ കൊടി ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചും ഉണ്ട്. ഏതെങ്കിലും ഒരു ബീച്ചിൽ പോയിട്ട് വരാം. അങ്ങനെ ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ അടുത്ത് വന്ന് ഓട്ടോ ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ ഒരു ആർച്ചൊക്കെ ഉണ്ട്, ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ ആർച്ചൊക്കെ കാണാം. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും ഒരു കുന്നും മലയും പോലത്തെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങോട്ടൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് നിന്ന് നടന്നതാ ഇപ്പോഴ് ഒരു കടലിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഈ കുന്നിൻ്റെ മുകളിലായിട്ട് കയറാൻ പറ്റും. അവിടെ നോക്കുമ്പോഴത്തേക്കുമാണ് ഈ ബീച്ചിൻ്റെ ശരിക്കുള്ളൊരു വ്യൂ, കൊടി കുത്തുന്നൊരു വ്യൂ. അതുകൊണ്ടാണ് ഇതിനെ കൊടി ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ നടന്നത് കുറച്ച് മുകളിലോട്ട് കയറി നിൽക്കുവാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യൂ കൊള്ളാം. ഇതോ ഒരു തിര വരുന്നുണ്ട്, വലിയ തിര.
ഇതാ ഇങ്ങോട്ട് വരുന്നവർ സൂക്ഷിച്ച് വേണം കേട്ടോ. അതാ നോക്കേ, ബിയർ ബോട്ടിൽ അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊടി ബീച്ച്. ഈ കൊടി ബീച്ചിൽ നിന്ന് അങ്ങോട്ട് നോക്കുന്ന ആ ഒരു സ്ഥലമാണ് കാപ്പിൽ ബീച്ച്. അങ്ങനെ ഞാൻ ആ കുന്നിൻ്റെ മുകളിൽ നടന്ന് ഇപ്പോഴത്തെ താഴോട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ, ഇതുവഴി നടന്ന് അങ്ങ് അപ്പുറത്തോട്ട് കയറാൻ പറ്റും. സാധാരണ ഒരുപാട് വെള്ളമുള്ള സമയങ്ങളിൽ ഈ കടലും ഈ പുഴയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം എന്തോ ഭാഗ്യത്തിന് വെള്ളമില്ല. കാപ്പിൽ ബീച്ചിലെത്തിയിരിക്കുവാണ്. ഇതെവിടെയൊക്കെ എല്ലാവരും പായൊക്കെ വിരിച്ചിട്ടിരിക്കുക. പായ ഇവിടെ റെൻറ്റിന് കൊടുക്കുമെന്ന് തോന്നല്ലോ. എന്തായാലും കൊള്ളാം. ഇതാ കണ്ടില്ലേ പായ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പായ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്നവർക്കെല്ലാം റെൻറ്റിന് കൊടുക്കുമായിരിക്കുമെന്ന്. ഞാനിങ്ങനെ പറയാൻ കാര്യമേ, കന്യാകുമാരിയിൽ പോയപ്പോഴത്തേക്കും അവിടെ കുട റെൻറ്റിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഇവിടെയും കാണുമായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ അല്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം പറ്റുന്ന രീതിയിലെല്ലാം ഈ ഒരു കാസർഗോഡും പരിസരമൊക്കെ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. മൊത്തത്തിലൊന്നും കറങ്ങി കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഒരു ദിവസമല്ലേ കിട്ടിയുള്ളൂ. ചിലപ്പോൾ ഞാൻ ഇന്നിവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നും കൂടി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വേറെ ദൂരെ ഏതെങ്കിലും സ്ഥലത്തോട്ട് സ്ലീപ്പർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ എത്തുന്ന പോലത്തെ ഏതെങ്കിലും ട്രെയിൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി വിടാനും ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മാലിക് ദിനാർ എന്ന് പറഞ്ഞൊരു പള്ളിയൊക്കെ ഉണ്ടെന്ന്. അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. അവിടെ രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ഈ ധൃതി പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് എങ്ങനെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ ചെന്നിട്ട് കാര്യമില്ല. അപ്പോഴതുകൊണ്ടാണ് ഞാൻ ഈ കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ കൊടി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ ഒന്ന് വന്നത്. ഇപ്പോഴെന്തായാലും കുഴപ്പമില്ല. വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ഉള്ളവർക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നൊന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു ബീച്ചായത്. അല്ലാതെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നുമില്ല. അത്യാവശ്യം വൈകുന്നേരമൊക്കെ വന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാം. അത് ഈ വീഡിയോയിൽ കാണിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതും ഞാൻ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും ഇന്നത്തെ കാസർഗോഡിൻ്റെ കറക്കമായിട്ടുള്ള ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.